നമ്മുടെ ദീപ്തി ടീച്ചർ സീതത്തോട് ടീച്ചറിൻ്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ഒരു പുതിയ വീഡിയോയും. കഴിഞ്ഞ വീഡിയോയിൽ 36 കാട്ടിനകത്തൊരു കുട്ടി ഗർഭിണിയായതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പേര് ഞാനടക്കം നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പലരും പല രീതിയിലാണ് അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് വെക്കുക. ഇപ്പോൾ എവിടെയോ ആരൊക്കെയോ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളെ സീതത്തോടുള്ള ദീപ്തി ടീച്ചർക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അവർ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളെയും പലരും ക്രിട്ടിസൈസ് ചെയ്തതുമാണ്. ചിലരൊക്കെ ഓക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഫൈനാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പലതും ബാക്ക് ഫയർ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത്രയൊന്നും പോരാ, എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്, അവരെ ഒന്നും കൂടി ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണം, വിസിബിലിറ്റി അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എന്തോ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് പറയാന്നുള്ളൊരു ടോണിലായിരുന്നു അവരുടെ കഴിഞ്ഞ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഈ വീഡിയോയിൽ എനിക്ക് കിട്ടിയതായിട്ട് തോന്നി അവരുടെ സംസാരത്തിൽ. എന്താണെങ്കിലും അവർ പറഞ്ഞ കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അത് നമ്മൾ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കാട്ടിൽ എന്ന് പറഞ്ഞു. കാട്ടിലെന്ന് പറയുമ്പോൾ അവിടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, KCB ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, പവർ ഹൗസിൽ അല്ലാതുള്ള വർക്കേഴ്സ് ഉണ്ട്, ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കാരുണ്ട്, വേറെ ഒരു വർക്കേഴ്സ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് ഒത്തിരി ആൾക്കാരുണ്ട് കാട്ടിലെന്ന് മാത്രമേ പറഞ്ഞു. ഒരു കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, കൊച്ചിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞില്ല, അമ്മയുടെ പേര് പറഞ്ഞില്ല, അമ്മായിൻ്റെ പേര് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ ഈ കാട്ടിൽ മാത്രമല്ല പോകുന്നത്. ഇവിടുന്ന് ഗവി വരെ എന്ന് പറയുമ്പോൾ ഒരു 70 കിലോമീറ്റർ ഉണ്ട്. ഈ 70 കിലോമീറ്ററിൽ കുറച്ചായിട്ട് കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ കുറേ പേർക്കൊന്നും വീഡിയോയിൽ വരുന്ന ഇഷ്ടമല്ല, ചില ഭാഗങ്ങളിലൊന്നും വീഡിയോയെ എടുക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. നമ്മൾ എടുക്കാറില്ല. എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്തവരുടെ മാത്രം വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചറോട് സംസാരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ്, 2 പോയിന്റാണ് സംസാരിച്ചത്. ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസോ ഐഡൻറ്റിറ്റിയോ പറഞ്ഞിട്ടില്ല, ഈ പെൺകുട്ടിയുടെയും ഫാമിലിയുടെയും. പക്ഷേ ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച സമയത്ത് എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീഡിയോ, അതായത് ദീപ്തി ടീച്ചറെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഈ പെൺകുട്ടിയെ മനസ്സിലാകുമായിരിക്കണം, വീഡിയോസിൽ വന്നു പോയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പല ഊഹാപോഹങ്ങളും വരും, പലരെയും ഊഹിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പലരും വരും. ശരിയാണ്, ഐഡൻറ്റിറ്റി പറഞ്ഞിട്ടില്ല, ഏത് സ്ഥലം പറഞ്ഞിട്ടില്ല, അച്ഛനമ്മാരാന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ഇങ്ങനൊരു കാര്യം പറയുന്നത് കൊണ്ട് ടീച്ചറുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകൾ എന്താണെങ്കിലും പലരെയും ഊഹാപോഹത്തിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കിൽ കൊണ്ടു ചെന്ന് നിർത്തും. ശരിക്കും അതും കൂടിയും പറയേണ്ടിയിരുന്നില്ല, കാട്ടിലൊരു കുട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ടീച്ചർ തന്നെ 2 പോയിൻ്റായിട്ടാണ് വീഡിയോ ഇട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ച് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അത് നോക്കാം. എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തതെന്ന് ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ അവർ വളരെ ഘോരമായി പ്രസംഗിക്കുന്നു. അതിൻ്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്ന, നിങ്ങൾ പറഞ്ഞതാ ശരി, ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേ, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 19-20 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ഈ 20 മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക്, ഇപ്പം ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന്, സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പകരം അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് ജോലി കൊടുക്കണം, അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. 20 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ചെന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കുക. ഞാനും ആദ്യമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാൻ പോകുന്നു, പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം, എല്ലാവർക്കും പിന്നെ പുറത്തിറക്കുന്നു, എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നു, ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നു, അവരുടെ ജീവിത രീതി ശരിയാവുന്നു, ഞാൻ അവരെ കൊണ്ട് കൊട്ടയുണ്ടാക്കുന്നു, ചട്ടി ഉണ്ടാക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു, എല്ലാം വിചാരിച്ചു. പക്ഷേ അതൊന്നും നടക്കില്ല. നടക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിലൊരു 100 പേരുണ്ടെങ്കിൽ 2-3 വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ 100-ൽ 10-20 പേർക്ക് നാട്ടിലേക്ക് വരണം, നാട്ടിൽ ജീവിക്കണം, ഞങ്ങളുടെ മക്കളും നന്നാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുമാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റയടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയേ പറ്റൂ. അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് വന്നിരുന്ന് കമൻ്റ് ഇടാൻ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല. നിങ്ങൾ അവർക്ക് സാധനം കൊടുത്ത് അവരെ മടിയന്മാരാക്കും, അവർക്ക് നന്ദിയില്ല, അവർക്ക് വൃത്തിയില്ല, വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവർ. ഇതൊക്കെ എന്താ, എനിക്ക് കണ്ണില്ല, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെ നാളെ ഒരിക്കലും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ കാട്ടിന്ന് വന്നിട്ട് എന്നെ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ നാട്ടിലായാലും കാട്ടിലായാലും ഞാൻ ആരുടേത് ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യാറുമില്ല. പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ, അതായത് കുട്ടികളെ കൂടുതലുണ്ടാക്കുന്ന അച്ഛനും അമ്മയും,
പിന്നെ വൃത്തിഹീനമായിട്ട് മക്കളെ കൊണ്ട് നടക്കുന്നത് അച്ഛനും അമ്മയും, ഭക്ഷണം വെച്ച് കൊടുക്കാത്തതും അച്ഛനും അമ്മയും. ഞാൻ ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞുമക്കൾക്കും പിന്നെ പ്രായമുള്ള സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീപ്തി ടീച്ചറെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ കഴിഞ്ഞ വട്ടം ഞാനും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവരെ കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് അനുസരിച്ച് ഉയർന്ന് ജീവിത നിലവാരം ഒരു ആവറേജെങ്കിലും വരണമെന്ന് പ്രതീക്ഷിക്കരുത്. അത് വരാൻ ചാൻസ് ഇല്ല. ചിലതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. ചിലരൊക്കെ എപ്പോഴും അവർക്ക് അവരുടെ ആ ഒരു കാടിൻ്റെ രീതിയിൽ ജീവിക്കാനായിരിക്കും ഇഷ്ടം. അവരങ്ങനെ ജീവിക്കും. നിങ്ങൾ എന്ത് ചെയ്തെടുത്താലും അവർക്ക് മാറ്റം വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു ടീച്ചർ ഓക്കെ എല്ലാവരും ഒരുപോലെ നന്നാവും, ഒരുപോലെ മുന്നോട്ട് വരും, ഇപ്പം നന്നാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാന്നുള്ളത്. പക്ഷേ ടീച്ചർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്തൊക്കെ ചെയ്താലും ഇതിന് സമയം പിടിക്കും എന്നുള്ളത്. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. അതായത് ഒരുപാട് സമയം പിടിക്കും, ഒരുപാട് സമയം. ചിലപ്പോൾ ഇവരല്ല ഇനി വേറൊരാൾ വന്ന് ചെയ്താലും എത്ര ജനറേഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ ചില കാട്ടിൽ ജീവിക്കുന്നവർ അവരവരുടെ ട്രഡീഷൻ അങ്ങനെ പോവും. അവർക്ക് ഇഷ്ടമായിരിക്കില്ല ചിലപ്പോൾ പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവർക്ക് അറിയാം, കൃത്യമായിട്ട് അത് അറിയുന്നത് കൊണ്ട് തന്നെ അതറിഞ്ഞ് പ്രവർത്തികൾ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണേ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇതിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയെ ആയിരുന്നു നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എന്നായിരുന്നു. ഈ വ്യക്തി അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു അറിയിക്കേണ്ടത്, ഇത് ചെയ്തത് ശരിയായില്ല എന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യക്തികൾക്ക് ഇത് ഓൾറെഡി അറിയാം. അവരൊരു മാസം മുന്നേ ഇത് അറിഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല. അവർക്കിതിൽ താല്പര്യമില്ല. പകരം ഈ കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. അതായത് ഇതിനവർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഞാൻ പിന്നെ ചെന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ടോ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അവർക്കറിയാം, അവരത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ പിന്നെയും ചെന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ എനിക്ക് എൻ്റെതായ രീതിയിൽ നോക്കിയാൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ ഇത് പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ വ്യക്തികൾക്ക് ഇത് നേരത്തെ ഇക്കാര്യം അറിയാമായിരുന്നു. അവർ അറിഞ്ഞിട്ട് ഇതിൽ ഒന്ന് റിയാക്ട് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് ഉറപ്പാണ് എനിക്കെതിരെ ആരെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അത് 100% ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, എന്തായാലും വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും പെട്ടെന്ന് ഇടുന്നത്. മനസ്സിലായി? എന്തായാലും എനിക്കൊരു പ്രശ്നം വരും, പൊന്നെ കുഴപ്പമുണ്ടാക്കാതെ എന്തായാലും വരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അവർക്കറിയാമെന്നുള്ളത് ഞാൻ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ ഇനി ഇതേപ്പറ്റി പോയി അവിടെ ചർച്ച ചെയ്താൽ ചെവി അറിയാണ്ട് ഇവരൊക്കെ അപ്രത്യക്ഷമാവും. പിന്നെ എനിക്ക് പറയാനും ഇല്ല, ചോദിക്കാനും ഇല്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം റിയാക്ട് ചെയ്യേണ്ടവരായിരുന്നെങ്കിൽ ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ടായേനെ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ആകെ ഉള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിരുന്നു ആരെങ്കിലുമൊക്കെ ഇത് ഇനി അതുങ്ങളെ അപ്രത്യക്ഷമാക്കാൻ പറ്റൂലല്ലോ പെട്ടെന്ന്. അറിഞ്ഞ സ്ഥിതിക്ക് ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ ഏത് കൊച്ചാ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഏത് കാടിൻ്റെ ഏത് ഭാഗമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഗവി വരെ എന്ന് പറയുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളുണ്ട്, പല ഏരിയയിലായിട്ട് ഇവരുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ്. 8 മണിക്ക് ശേഷം പറ്റാത്തത് അപ്ലോഡ് ആവുന്നത്. പക്ഷെ പിറ്റേന്ന് നേരത്തെ ഇങ്ങനെ കണ്ണ് കീറി വരുന്നതിന് മുന്നേ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ എത്തുകയും ഈ കൊച്ചിനെ പറഞ്ഞ് നല്ലോണം അങ്ങ് പേടിപ്പിച്ചു. അച്ഛനെ അമ്മയല്ല, അന്നേ പറഞ്ഞതല്ലേ ഈ പുള്ളിക്കാരിയുടെ അടുത്ത് കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അതായത് ആദ്യം കൊച്ചു വന്നില്ലെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടിക്ക് നന്ദിയില്ല ഇത്രയും നോക്കിയിട്ടും അങ്ങനെ. അതിനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക. എന്നെ കണ്ടാൽ ഇത് പ്രശ്നമാകും, ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് പോലീസുകാരെ കൊണ്ട് അതിനെ ജയിലിൽ ഇടിപ്പിക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അതൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റി, കുട്ടിയുമായിട്ടല്ല, കുട്ടിയുമായി വേണ്ടപ്പെട്ടവരുടെ അടുത്ത്. അപ്പം ഓർത്തോണം, ഞാൻ പേരോ കാര്യമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കോള് പോലും വന്നില്ല ടീച്ചർ അല്ലെങ്കിൽ ദീപ്തി നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നതെന്ന്. എന്നിട്ട് പോലും വേണ്ടപ്പെട്ടവർ ഡയറക്റ്റ് ഈ കൊച്ചിൻ്റെ അടുത്ത് നേരം വെളുത്തപ്പോഴത്തേക്ക് ചെന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് അറിയാവയ്യാഞ്ഞിട്ടാ? ഇവർക്കെല്ലാം അറിയായിരുന്നു. അപ്പം ഇതിൽ ഇടപെട്ട ഒരു വ്യക്തിനെ ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ കേട്ടത്, ഞങ്ങൾക്ക് 1 മാസം മുന്നേ അറിയായിരുന്നു, എന്തിനാ അത് വീഡിയോ ഇട്ടത്, ഇത് പ്രശ്നമല്ലേ. അപ്പം ചിലർക്കൊക്കെ ഇതൊരു പ്രശ്നമാകും, അവരുടെ ജോലിക്ക് അത് പ്രശ്നമാകുമെന്ന് കണ്ടവരെല്ലാം കൂടെ ചേർന്ന് എനിക്കെതിരെ അവിടെ വലിയ വലിയ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഒന്നീ ഞാൻ കാട്ടിക്കയറരുതെന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കരുതെന്നായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തുടക്കം തന്നെ അവർ പറയുന്നുണ്ട് അവർ പുതിയൊരു ചാനൽ തുടങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ചാനൽ ചിലപ്പോൾ അടിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ. ഇവർ ഈ വീഡിയോനകത്ത് ഇപ്പോൾ റെഫർ ചെയ്യുന്നത്, പലരും ഇവരുടെ വീഡിയോന് കമൻ്റ് ഇട്ടിരുന്നു, ആ സ്ഥലത്തുള്ള ആശാ വർക്കറായിട്ടോ അംഗനവാടി ടീച്ചറായിട്ടോ
അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് നേഴ്സിനെ ആയിട്ടൊക്കെ നിങ്ങൾ സമീപിക്കണം, അല്ലെങ്കിൽ പോലീസിനോട് പറയണം, CWCനോട് പറയണം. അങ്ങനെയൊക്കെ കുറേ ഉപദേശങ്ങൾ ദീപ്തി ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിനകത്ത്. അപ്പോൾ അത് അവരിവിടെ വ്യക്തമാക്കുകയാണ്. ഈ ഇൻസിഡൻറ്റ് നടന്നത് നിങ്ങൾ ഈ കാറ്റഗറിയിൽ പറഞ്ഞ ഏതൊരു വ്യക്തി, അതിൽ ആരെയാണ് എന്നവർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ, ഇങ്ങനൊരു സംഭവം കാടിനകത്തൊരു കുട്ടി ഗർഭിണിയായാൽ ആദ്യം അറിയിക്കേണ്ട ലിസ്റ്റിലുള്ള ഈ വ്യക്തികൾ, ഇത്രയും വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇതിൽ അവർക്ക് ഓൾറെഡി ഇൻഫോംഡ് ആണ്, അവർക്ക് ഓൾറെഡി അറിഞ്ഞിട്ടും അവർ മിണ്ടാതിരുന്നതാണ്. അതെനിക്കും അറിയാം, അതായത് ടീച്ചർക്കും അറിയാം, അവർക്കറിയാം ആ കാര്യങ്ങൾ എന്നുള്ളത്. അവരൊന്നും ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ദീപ്തി ടീച്ചർ വീഡിയോ ഇട്ടത്. അങ്ങനെ വീഡിയോ ഇട്ടാലെങ്കിലും ഓക്കെ, ദീപ്തി ടീച്ചർക്ക് ഇതറിയാം, നാളെ ഇതൊരു പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടതെന്ന് അവർ പറയുമ്പോൾ ശരിക്കും അവർ റിസ്ക് എടുക്കുകയാണ്. കാരണം ഇവിടെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നിയമപാലകരെയോ നിയമത്തിനെയോ അല്ലെങ്കിൽ നിയമം കയ്യിൽ വെച്ച് നമുക്കത് ഡെലിവറി ചെയ്യേണ്ടവരോ ഒക്കെ അത് വളരെ മോശമായ രീതിയിൽ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ചോദ്യം ചെയ്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ അടപടലം പൂട്ടിക്കുക എന്നുള്ള പരിപാടി എന്താണെങ്കിലും വരും. പിന്നെ നമ്മളെ നോക്കുമോ അവർ. ഇപ്പോൾ ദീപ്തി ടീച്ചർ കേസിൽ ദീപ്തി ടീച്ചർ ഒറ്റയ്ക്കാണ്, പ്രത്യേകിച്ച് അവരെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏത് നിലയ്ക്കും അവരെ കാട്ടിലേക്ക് കയറ്റി വിടാതിരിക്കുക, അവരെ കാട്ടിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള അടുത്ത പണിയാണ്. അതിനുള്ള വഴികൾ നോക്കി തുടങ്ങിയ പിന്നെ അവർക്ക് വേറെ വഴിയില്ലല്ലോ. പിന്നെ ഇവരെ കുറിച്ചിട്ട് തെറ്റായ പ്രചരണം കാട്ടിൽ കൊടുക്കുക. കാട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് വലിയ ബന്ധം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ചിലരൊക്കെ ഉണ്ട്, ചിലരൊക്കെ ഇല്ല. അപ്പോൾ അവരിലേക്ക് വളരെ മോശമായിട്ടുള്ള ദീപ്തി ടീച്ചറുടെ ഒരു ഇമേജ് കൊടുത്താലും മതി. അങ്ങനെ കൊടുക്കാനുള്ള പരിപാടി അവരവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായി ഇടപെട്ട പുള്ളിക്കാരിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തത്? ഞാൻ എവിടെയാണ് കൊച്ചിൻ്റെ പേര് പറഞ്ഞു, മാത്രമല്ല നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ആ വീട്ടിൽ ചെന്നതെന്ന് ചോദിച്ചു. അല്ല ഈ വീട്ടിൽ പോയത് ഞാൻ വേറൊരു കുട്ടിയെ പറ്റിയാണ് അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്കെല്ലാം നേരത്തെ അറിയാവുന്ന, 1 മാസം മുന്നേ അറിഞ്ഞതാ. വീഡിയോ കണ്ടായിരുന്നു ചോദിച്ചു പറയില്ല, ഞാൻ രാത്രി 12 മണിക്കാണ് കണ്ടേ, ഞാൻ ഉറങ്ങിയാണ് കണ്ടേ, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ എനിക്കെതിരെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഇതേപ്പറ്റി ചിലപ്പോൾ എന്നെ വിളിച്ചൊരു വാണിങ്ങോ വല്ലതും ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ വീഡിയോ ഇടരുതെന്ന് ഇതിനെപ്പറ്റി. അപ്പോൾ പറയുന്നതിന് മുന്നേ നമുക്ക് പറയണമല്ലോ നമ്മുടെ വീഡിയോ ആയിരുന്നു ശരി. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യുന്നവരോടും അല്ലാത്തവരോടും എല്ലാം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ആരോടാണോ ഇത് പറയണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ആ വ്യക്തികൾക്കൊക്കെ ഇക്കാര്യം അറിയാമായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ അവിടെ പറയണം? ആക്ച്വലി കുറേ പേര് വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിരുന്നു, ഇത് പറയേണ്ട അതോറിറ്റീസിനോട് പറയാതെ എടുത്ത് ചാടി പോയത് എന്തിനെന്നുള്ളത്. അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ അവർ തന്നത്. ഓക്കെ, ഇനി ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞ ഈ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്ന് ഓക്കെ, അവർ പറയുന്നുണ്ട് കുട്ടികൾക്കും പറ്റ വയസ്സായ മുതിർന്നവർക്കുമാണ്. ഇതിനിടയിലുള്ള ഈ അച്ഛനമ്മ ആ ഒരു കാറ്റഗറി ഉള്ള ആളുകൾക്ക് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, ഓക്കെ, അവരിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് അവർ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പറഞ്ഞ ദീപ്തി ടീച്ചർക്ക് ഇത്ര ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. വർഷങ്ങളായിട്ട് ഒരേ പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റിയിൽ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള ഫണ്ട് അവർ കണ്ടെത്തുന്നുണ്ട്. അവരുടെ യൂട്യൂബ് റവന്യൂ ആയിട്ടും ഒക്കെ അവർ കണ്ടെത്തുന്നുണ്ട്. അവരെ പലരും സഹായിക്കുന്നുണ്ടാവും, ഇല്ലാതിരിക്കാം, അവർ ഒറ്റയ്ക്ക് എഫേർട്ട് ഇടുന്നതായിരിക്കാം. ബട്ട് വാട്ട് എവർ, അവർക്ക് കൃത്യമായിട്ട് ഇവരിലേക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഒറ്റ വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് എത്രത്തോളം വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ദീപ്തി ടീച്ചറെ അല്ല, അവിടുത്തെ സിസ്റ്റത്തിനെയല്ലേ. കുടുംബാസൂത്രണത്തെ പറ്റി വളരെ ഞാൻ ചർച്ച ചെയ്തിരുന്നതാണ്. എന്ത് കാര്യം ഞാൻ പറയട്ടെ, ഇനി ഇത് പറയുന്നത് ഇനി എന്ത് ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്നു, ഇന്ന് പറയാനുള്ള എല്ലാം പറയുക. ഒരു കുഞ്ഞ് ജനിച്ചാലേ ഈ കുഞ്ഞിൻ്റെ 1.5 വയസ്സ് വരെ, 1.5 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 വയസ്സ് വരെയാണോ, 1.5 വയസ്സ് എനിക്കൊന്ന് 18 മാസമാണെന്ന് തോന്നുന്നു. 18 അത് തന്നെ 1.5 വയസ്സ് വരെ 18 മാസം. ഈ 18 മാസം ഓരോ മാസവും 2000 രൂപ വെച്ച് കിട്ടും. ചിലപ്പോൾ അത് ഓരോ മാസമായിട്ടായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ അത് ഒരുമിച്ചായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കാട്ടിപ്പോയി തേനെടുത്ത് കുന്തിരിക്ക എടുത്ത് കൊണ്ടുവന്ന് ആർക്കെങ്കിലും കൊടുത്താൽ
ഈ ഇതിനിടനില നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു 200 രൂപ വല്ലതും കൊടുക്കും. ഒരു മാസത്തെ 2 മാസത്തെ കഷ്ടപ്പാടായി. കുന്തിരിക്കാൻ പോയി വെട്ടി വെക്കണം, തേനുള്ള സ്ഥലത്ത് പോയി കണ്ടു വെക്കണം, അത് എടുക്കണം, വലിഞ്ഞു കയറിയൊക്കെ എടുക്കണം. അപ്പോൾ ഇവരൊരു മാസം പണിയെടുത്താൽ ഇവർക്ക് നിസ്സാര പൈസ കിട്ടുള്ളൂ. നിസ്സാര പൈസ. അത് കാരണം അത് ഇടയ്ക്ക് നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നവനാ കാശുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പം ഒന്നീ മാസാമാസം 2000 വെച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു 36,000 രൂപ കിട്ടും. ഒരു കുഞ്ഞുണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത കുഞ്ഞൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാ മാസവും കാശ് കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോഴത്തേക്ക് അടുത്ത പ്ലാൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് റെഗുലറായിട്ട് മാസം ഒരു 2000 രൂപ വീതം വരുമാനം കിട്ടും. അതായിരിക്കത്തില്ലേ ദാരിദ്ര്യത്തിലും ഇവർ കുട്ടികളെ ഉണ്ടാക്കുന്നതിനൊരു കാരണം? എൻ്റെ തോന്നലാണേ. എൻ്റെ തോന്നൽ എനിക്ക് എവിടെ വേണമെങ്കിലും പറയാമല്ലോ. ഇനി ഇതിനെ കൊണ്ടിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് കാരണം ഞാൻ പലതവണ ഞാൻ ചിന്തിച്ചു, എന്താണ് ഇവർ ഇത്രയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായിട്ട് പിന്നെ പിള്ളേരെ ഉണ്ടാക്കും. കാരണം ഒരു കുട്ടി ഉണ്ടാവും, ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ തീരെ ചെറുതാന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് വിട്ടേക്കുക. മൂത്ത കുട്ടി വേണം ഇതിനെ നോക്കാൻ. മൂത്ത കുട്ടിയുടെയിലോ അല്ലെ കുറച്ച് മുതിർന്ന കുട്ടീൻ്റെ എളിയത്തിലിരിക്കുക 1-2. അമ്മ ബിസിയാ, അമ്മ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം മാസം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് വളരെ നല്ല കാര്യമാണ്, അവർക്ക് ഇങ്ങനൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നിയതാട്ടോ. എൻ്റെ തോന്നലൊന്നും ശരിയല്ല, ഞാനേ ശരിയല്ല. അപ്പോൾ ദാരിദ്ര്യത്തിലും കുട്ടികളെ ഇവരിങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കേട്ടോ. പിന്നെ ഇവർക്ക് വേറൊന്നും അറിയത്തില്ലെങ്കിലും കുട്ടികളെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. പട്ടിണിയാണേലും ഇത്രയും കുട്ടികളുണ്ടല്ലോ. കുട്ടികളെന്ന് പറയുന്നത് അവർക്കൊരു വരുമാനമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളൂ എന്ന് അവർക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് പിള്ളേർക്കെല്ലാം. അത് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടില്ലേ? എല്ലാ കുഞ്ഞുങ്ങൾക്കും, കാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും അവർ രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വൈകിട്ടത്തെ സ്നാക്സ് കൂടെ ചേർത്തിട്ടാണ് ഒന്ന് കൊടുക്കുന്നത്. അത്രയും കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ വളർന്നോളും. പക്ഷേ ഫുഡ് കൊണ്ടുപോകുമ്പോൾ ഇവർ ഒരു സ്ഥലത്ത് നിൽക്കണം, എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇവർ അന്നൊന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞാലും എനിക്ക് കാട്ടിൽ സാധനം കൊടുക്കും. ഞാൻ അങ്ങോട്ട് പോയാലല്ല ഉള്ള പ്രശ്നം. ഞാൻ വിളിച്ചാൽ അവർ ഇങ്ങോട്ട് വരും, എൻ്റെ വീട്ടിൽ വരും. ഇവിടെ എനിക്ക് കൊടുക്കാമല്ലോ, ഇവിടെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമല്ലോ, എന്തെങ്കിലും ചെയ്യാമല്ലോ. ദീപ്തി ടീച്ചർക്ക് കാടില്ലാതെ, കാടിൻ്റെ മക്കളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി. അവരതിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ആ ഹാപ്പിനെസ് അവിടെ നിൽക്കട്ടെ. ഇവർ ഈ പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പലരും കമൻറ്റ് ബോക്സിൽ പറയുമ്പോഴും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോഴും ഈ കാടിലുള്ള ആളുകൾക്ക് ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പ്രസവിച്ച് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരിൽ വരുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ദീപ്തി ടീച്ചർ പറഞ്ഞു ഈ ഒരു ആസ്പെക്റ്റ്, ഗവൺമെൻറ്റിൽ കിട്ടുന്ന ഒരു ഇത്ര രൂപ, അത് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ 1000, 2000 അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം. പക്ഷേ കാട്ടിലുള്ളവർക്ക് കാടിനെ ആശ്രയിച്ച് കാട്ടിൽ നിന്ന് വരുമാനമാർഗം കണ്ടെത്തി കാടിനോട് ചുറ്റിപ്പറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു 2000, 1000 ഒറ്റയടിക്കൊരു 36,000 കിട്ടുന്നതൊക്കെ വലിയ എമൗണ്ടാണ്. അപ്പം ആ പൈസ നോക്കി ജീവിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് ഈ എമൗണ്ട് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും തോറും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി ഉണ്ടാവും, 1.5 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കുട്ടീനെ ആക്കും. അപ്പം ഈ ഉണ്ടായ കുട്ടി നേരെ പോകുന്നത് അതിൻ്റെ മുൻപുണ്ടായ മൂത്ത കുട്ടിയുടെ തോളത്തേക്കായിരിക്കും. പോസിബിളാണ്. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുക. പ്രത്യേകിച്ച് ദീപ്തി ടീച്ചർ ഇത് എടുത്ത് പറയുമ്പോൾ കാടിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന, അവിടെയായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ഇവരായിട്ട് ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കാണില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ താല്പര്യം, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത്ര രൂപ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഇവരോട് എപ്പോഴെങ്കിലും പറഞ്ഞിരിക്കാം. അതിപ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള ചോദ്യമായിട്ട് ദീപ്തി ടീച്ചർ നമ്മളെ മുന്നിലേക്ക് വെച്ച് തന്നതാണെങ്കിലോ. ഇതൊക്കെ ഇവിടെയുള്ള മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ NGO ഭാരവാഹികൾക്കും ഒക്കെ, കാടിനായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന NGOസിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. കാടിന് വേണ്ടിയും കാടിൻ്റെ മക്കളെ വേണ്ടിയിട്ടും അവരുടെ എന്താ പറയുക കൺസർവേഷനും അവരുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ വേണ്ടി ഒരുപാട് ഫണ്ടുകൾ ഇവിടെ മാറ്റി വയ്ക്കപ്പെടുന്നുണ്ട്, ചിലവാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ? കിട്ടിയതിൽ അവർ സന്തുഷ്ടരാണോ? ഈ കിട്ടിയത് കൊണ്ട് അവരിൽ വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒന്നും ഫോളോ അപ്പ് നമ്മളിലേക്ക് എത്തുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? എത്രയോ വർഷങ്ങളായിട്ട് കാടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളിവിടെ പാസ്സാക്കുന്നുണ്ട്. എന്നിട്ടും ദീപ്തി ടീച്ചറെ പോലുള്ള ഒറ്റയാൾ പട്ടാളങ്ങളിലൂടെ ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ കണ്ണിൽ കാണാറില്ലേ പല വീഡിയോ ആയിട്ട്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തോടിലെ ദീപ്തി ടീച്ചറെ പോലുള്ളവർക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യം വരുമോ?
ഒരുപാട് ചോദ്യങ്ങൾ, ഇത് വലിയ ഭയങ്കര ഒരു കണ്ടന്റാണ് അവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അവർ ചുമ്മാ പറഞ്ഞതായിരിക്കില്ല, ചിലപ്പോൾ അവരെ ചാനൽ വരെ അടിച്ച് കളയാൻ ചാൻസ് ഉണ്ട് ഇതിന്, അല്ലെങ്കിൽ ഒരു കേസ് വരെ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്.